അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിന് പുതിയ കുതിപ്പേകാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അദാനി ഗ്രൂപ്പിനൊപ്പം കൈകോർക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. വിഴിഞ്ഞം തുറമുഖം ശ്രദ്ധേയമായൊരു ആഗോള കൂട്ടുകെട്ടിന് വേദിയാവുകയാണ്. അദാനി ഗ്രൂപ്പിനൊപ്പം ഇനി MSCയും ഈ തുറമുഖത്തിന്റെ വികസന പദ്ധതികളിൽ പങ്കാളിയാകും. ഇത് കേരളത്തിന് വൻ സാമ്പത്തിക പ്രതീക്ഷകളാണ് ഉണർത്തുന്നത്. അദാനി പോർട്സിന്റെ ഉപസ്ഥാപനമായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികളാണ് MSC ഏറ്റെടുക്കുന്നത്. ഇന്ത്യൻ തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിലൊന്നായാണ് ഈ ഇടപാട് വിലയിരുത്തപ്പെടുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച രേഖകൾ പ്രകാരം ഏകദേശം $285 കോടി മൂല്യമുള്ള അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരി $139.7 കോടി, അതായത് ഏകദേശം 13,270 കോടി രൂപയ്ക്കാണ് MSC സ്വന്തമാക്കുന്നത്. MSCയുടെ തുറമുഖ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡിന്റെ സഹസ്ഥാപനമായ മുണ്ടി ലിമിറ്റഡ് വഴിയാണ് നിക്ഷേപം. നിലവിൽ 2ാം ഘട്ട വികസനം പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാർഷിക കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇപ്പോൾ 16 ലക്ഷം TEU ആണ്. 2028 ഡിസംബറോടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഇത് 57 ലക്ഷം TEU ആയി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബായി വിഴിഞ്ഞം മാറും. നിലവിൽ MSCയുമായുള്ള സഹകരണം വഴി കൂടുതൽ അന്താരാഷ്ട്ര കപ്പൽ സർവീസുകൾ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കാനും തുറമുഖത്തിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാനുമാകും. അദാനി ഗ്രൂപ്പും MSCയും തമ്മിലുള്ള ഇന്ത്യയിലെ 3ാമത്തെ തുറമുഖ സഹകരണമാണ് വിഴിഞ്ഞം കേന്ദ്രമാക്കി യാഥാർത്ഥ്യമാകുന്നത്. മുന്ദ്ര തുറമുഖത്തിലും തമിഴ്നാട്ടിലെ എന്നോർ തുറമുഖത്തിലും ഇരു കമ്പനികളും ഇതിനകം തന്നെ പങ്കാളികളാണ്. MSC കമ്പനിയുടെ ആഗോള ശൃംഖല വിഴിഞ്ഞത്തിന് കൂടുതൽ അന്താരാഷ്ട്ര ചരക്ക് നീക്ക സാധ്യതകൾ ഉറപ്പാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ തുറമുഖങ്ങൾ വഴിയുള്ള നിരവധി ചരക്കുകൾ ഭാവിയിൽ വിഴിഞ്ഞം വഴി കൈകാര്യം ചെയ്യാനാകും. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള കണ്ടെയ്നർ ചരക്കുകൾ വൻതോതിൽ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കിഴക്കൻ ആഫ്രിക്കയിലേക്കുള്ള ചരക്ക് ഗതാഗതം വർദ്ധിപ്പിക്കാനും സ്ഥിരം കാർഗോ സർവീസുകൾ വികസിപ്പിക്കാനും ഈ സഹകരണം സഹായിക്കുമെന്ന് അദാനി പോർട്ട് CEOയും ഡയറക്ടറുമായ അശ്വിനി ഗുപ്ത വ്യക്തമാക്കുന്നു. ലോകമെമ്പാടുമായി 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം കണ്ടെയ്നർ ടെർമിനലുകൾ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് MSCക്ക് കീഴിലുള്ള TIL. പ്രതിവർഷം ശരാശരി 7 കോടി കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ഈ ശൃംഖലയുമായി വിഴിഞ്ഞത്തെ ബന്ധിപ്പിക്കുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ നേട്ടമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കൂടുതൽ ചരക്ക് നീക്കം വിഴിഞ്ഞം മുഖേന നടക്കുന്നതോടെ സംസ്ഥാനത്തിന് നികുതി ഇനത്തിലും ലാഭവിഹിതമായും കൂടുതൽ വരുമാനം ലഭിക്കും. അനുബന്ധ വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് മേഖലയ്ക്കും പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം പ്രാദേശിക തൊഴിലവസരങ്ങളും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിഴിഞ്ഞത്തെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി ഉയർത്താനുള്ള നിർണായക ചുവടുവയ്പായാണ് MSCയുടെ നിക്ഷേപത്തെ തുറമുഖ മേഖലയിലെ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.